നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിലെ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ബുധൻ ഇതാ 1200 ഇടവമാസം 23-ാം തീയതി മുതൽ കേവലം 16 ദിവസം, മിഥുനമാസം 8-ാം തീയതി വരെയുള്ള 16 ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗൃഹേ പ്രഭു പരിഗ്രഹാത് ആയതിം പ്രഭുത്വം. ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിലൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു, അധികാരികളുടെ തനിക്ക് പവർ, അധികാരം അത് ലഭിക്കും. സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം, താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മിഥുനത്തിലേക്കുള്ള, സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ്. 2025 ജൂൺ മാസം 6-ാം തീയതി മുതൽ ജൂൺ മാസം 22-ാം തീയതി വരെയുള്ള 16 ദിനങ്ങൾ. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട്. വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ്, വലിയ ശത്രുക്കളാണ്. പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം, ഒരു യോഗം പിറക്കുകയാണ്. ദിഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ. സൗമ്യ രംഗജരോ ബൃഹസ്പതിയുതോ ഗീതപ്രിയോ നൃത്തവിത്ത്. വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു, സ്റ്റേജിൽ ശോഭിക്കുന്നു. തൻ്റെ കർമ്മമേഖല, അതാണ് തൻ്റെ രംഗം. തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു, അദ്ദേഹം ശോഭിക്കുന്നു, അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു. ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്രകാരം തന്നെ കൺസൾട്ടൻസി, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സിനിമ, എഴുത്ത്, പാട്ട്, കൂത്ത്, അഭിനയം. കാരണം മറ്റൊരു ഫലം പറഞ്ഞു, ഗീതപ്രിയ, ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും. നൃത്തവിത്ത്, അദ്ദേഹത്തിന് നൃത്തമറിയാം. അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല. ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം. മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം. എങ്ങനെ സന്തോഷിപ്പിക്കാം? ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം, ബലരാമൻ, പരശുരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്ര സാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും. നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ ചിന്തിക്കാം. മിഥുനൻ രാശിക്കാർക്ക് ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അവിടെ ഓൾറെഡി വ്യാഴമുണ്ട്. ആ വ്യാഴം ജന്മവ്യാഴമാണ്. മനസ്സിന് സംഘർഷങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ബുധൻ വരുമ്പോൾ വ്യാഴം യോഗകാരകനായി മാറി ഒരു നല്ല യോഗത്തിൻ്റെ ഫലം തരുന്നു. ഇവിടെ ബുധനും വ്യാഴവും തമ്മിലുള്ള ദിഗ്രഹയോഗം ഒരു രാജയോഗമാണ്. കേന്ദ്രാധിപത്യമുള്ള ഗ്രഹമാണ് വ്യാഴം. മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം 7-10 ഭാവാധിപനാണ്. 2 കേന്ദ്രഭാവങ്ങളുടെ അധിപനാണ്. ആ വ്യാഴം എന്ത് ചെയ്തു? മറ്റ് കേന്ദ്രാധിപത്യമുള്ള മിഥുനൻ രാശിയുടെ അധിപനായ 1-ാം ഭാവാധിപനും 4-ാം ഭാവം കന്നിയുടെ അധിപനുമായ ബുധനുമായി ചേർന്ന് ഒരു അസാധ്യമായ യോഗമാണ്. വിദ്യ പഠിക്കുവാനും, സംഗീതം പഠിക്കുവാനും, പാട്ട് പഠിക്കുവാനും, സ്റ്റേജിൽ ശോഭിക്കുവാനും, പുതിയ പദ്ധതികൾക്കൊക്കെ തന്നെ വളരെ അനുകൂലമാണ് ഈ ഒരു സമയം. യാത്ര വളരെ സക്സസ് ആയിട്ട് തീരും. അപ്രകാരം വീട്, ഗൃഹോപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ആഡംബര വസ്തുക്കൾ, സ്വർണം, ഇതൊക്കെ വാങ്ങുവാനും ഈ ബുധ ഗുരുക്കന്മാരുടെ യോഗം വളരെയധികം സഹായിക്കും മിഥുനം രാശിക്കാരെ. എന്താണ് മിഥുനൻ രാശി? മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി. ഈ 12 രാശികളിലും മിഥുനൻ രാശിക്കാണ് അങ്ങേയറ്റം ശുഭഫലങ്ങൾ ഈ ബുധനും വ്യാഴവും തമ്മിലുള്ള ദിഗ്രഹയോഗം സമ്മാനിക്കുക. ലഗ്നത്തിലെ ബുധനാണ് വിദ്വാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. താൻ വിദ്വാനാകും, പണ്ഡിതനാകും. അവിടെ വ്യാഴവും അതേ യോഗം ചെയ്യുന്നു. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ്: ബുധോ മൂർത്തികോ മാർജ്ജേത് അന്യരിഷ്ടം. എപ്പോഴും അന്യൻ്റെ അരിഷ്ടതകൾ, ക്ലേശങ്ങളെ മുഴുവനും ബുധൻ മാറ്റും. വരിഷ്ഠാധിയോ വൈഖരി വൃത്തിവാച, ഇയാൾക്ക് അങ്ങേയറ്റം ബുദ്ധിശക്തി പ്രകടിപ്പിക്കും. ഇയാൾ ജനാധിപ്യ ചാമീകരി ഭൂതദേഹ, തൻ്റെ ശരീരത്തിന് അങ്ങേയറ്റം എന്തുണ്ടാകും? അട്രാക്ഷൻ, വശീകരണത്വം ഉണ്ടാക്കും ഈ ലഗ്നത്തിലെ ബുധൻ. ചികിത്സാവിധ, തനിക്ക് ചികിത്സ അറിയാം. ചികിത്സ, മെഡിസിൻ
സ്ക്രിപ്റ്റ് കൊടുക്കൽ മാത്രമല്ല, ഏത് മേഖലയിലായാലും ആ മേഖലയിലുള്ള ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം കാണുക. ബുധൻ കൺസൾട്ടൻ്റാണ്. ബൗദ്ധ്യം ദൗത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂതനാണ് ബുധൻ. പുതിയ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ ഏറ്റെടുക്കും. ചികിത്സാവിധ ദുശ്ചികിത്സാഭവം. പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പലപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് സമയം ലഭിക്കില്ല, അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തൊരവസ്ഥയുണ്ടാകും. ശ്രദ്ധിച്ചു കൊള്ളണം. തൻ്റെ കാര്യത്തിൽ സ്വാർത്ഥത വേണം മിഥുനത്തിൽ നിൽക്കുന്ന ബുധനെ. ആ ബുധൻ്റെ ആശ്രയഫലവും വളരെ നല്ലതാണ്. വികത്തന ശാസ്ത്രകലാവിദഗ്ധ പ്രിയംവദ സൗഖ്യരഥസ്തൃതിയെ. വികത്തന, ധാരാളം സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് വയത് വായിക്കുന്ന വ്യക്തികൾക്കും പള്ളിപ്രഭാഷകർക്കും ആത്മീയമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും വികത്തന, തൻ്റെ വിഷയത്തെപ്പറ്റി വിശേഷണം സംസാരിക്കാം. ധാരാളം ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവ് ബുധൻ പ്രദാനം ചെയ്യും. ബുധൻ വാക്ക് ദേവതയാണ്, വാക്കിൻ്റെ കാരകനാണ്. വ്യാഴം വാക്പതിയാണ്. ഇവിടെ വാക്പതിയും വാക്കാരകനും തമ്മിലുള്ളൊരു യോഗം രാജയോഗമാണ്. ശാസ്ത്രകലാവിദഗ്ധ, ശാസ്ത്രത്തിലും കലകളിലും വൈദഗ്ധ്യം പ്രകടിപ്പിക്കും. പ്രിയംവദ സൗഖ്യരഥസ്തൃതിയെ, താൻ പ്രിയമായിട്ട് സംസാരിക്കും, ആർക്കും അപ്രിയമുണ്ടാക്കില്ല ആ ബുധൻ. വളരെ നല്ലൊരു ഫലമാണ്. അതിനാൽ മിഥുന രാശിക്കാർക്ക് ഇത് ഏറ്റവും അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഥുന രാശിക്കാർക്കും ഈ വരുന്ന 16 ദിവസക്കാലം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാനുള്ള ഒരു അവസരമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.